എനിക്കറിയില്ല. എന്നാലും എന്നെ ഒരുപാട് കരങ്ങൾ പിടിച്ച് നടത്തുന്നുണ്ട്. അതിന് ഒരുപാട് സാക്ഷികൾ എൻ്റെ കുഞ്ഞു പ്രായത്തിലാണെങ്കിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്കൊരു ദർശനമുണ്ടായി. 3 പേര് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി ഒന്നിനാലും മാറുകയില്ലായിരുന്നു. പക്ഷേ അത് എന്താണെന്നോ ഏതാണെന്നോ അന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് മുതൽ ഉപവാസം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ പപ്പ എന്നെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങൾക്ക് 2-3 കിലോമീറ്റർ നടന്നാണ് എന്നെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോഴും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളായിരിക്കും ഫസ്റ്റിലെ അവിടെ ആ സൺഡേ സ്കൂളിന് ചെല്ലുന്നതും എല്ലാം. എൻ്റെ പപ്പ ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ ഞാൻ പഠിച്ചു, അതിലും ജോലി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. അവിടെ മുതൽ എനിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുടെ എരിയുന്ന തീച്ചുളയിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കരമായ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭവനത്തിൽ ഞാൻ അനുഭവിക്കാത്ത എല്ലാ ദുഃഖങ്ങളും, ഒരു ഭർത്താവിൽ നിന്നുണ്ടായ എല്ലാ ദുഃഖങ്ങളും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് 2 മക്കളുണ്ടായി, മോനുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം 4 വയസ്സിന് ഇളയതാണ്, 5 വയസ്സിന് ഇളയതാണ് മകളുടെ പ്രസവ സമയത്ത് അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് അവളുടെ ദേഹത്ത് മുഴുവനും നീല കളറായി. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഇത് രക്ഷ ഇച്ചിരി പാടാണ്, ഒന്നിൽ SUT കൊണ്ടുപോകണോ, അല്ല എന്നുണ്ടെങ്കിൽ അടൂർ ലൈഫ് ലൈനിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിതൊന്നും അറിയുന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനസ്തേഷ്യ തന്നു, മയങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഞാൻ മയങ്ങിയിട്ടില്ല. ഞാൻ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്, 2 ചുറ്റും നോക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് മറ്റുള്ളവരാരെങ്കിലും കിടപ്പുണ്ടോ, എൻ്റെ കുഞ്ഞിനെ പറ്റിയാണോ അത് വേറെ ആരുടെയെങ്കിലും കുഞ്ഞിനെ പറ്റിയാണോ പറയുന്നതെന്നുള്ളത് ഞാൻ ചിന്തിച്ചു. പക്ഷേ അപ്പുറം ഇപ്പുറം കിടക്കുന്നതെല്ലാം ആണുങ്ങളായിരുന്നു, പെണ്ണുങ്ങളായിട്ട് ആരുമില്ല, സിസേറിയൻ കഴിഞ്ഞിട്ട് ആരുമില്ലായിരുന്നു. അങ്ങനെ ഞാനിരിക്കുമ്പോൾ സിസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, ഈ കുട്ടി രക്ഷപ്പെടത്തില്ല എന്ന്. അപ്പം ജയൻ മേരി എന്ന് പറയുന്ന ഡോക്ടറാണ്. അപ്പം ഞങ്ങളെ അറിയാവുന്നതാണ്. പുള്ളിക്കാരി രാത്രിയിൽ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിനെ എത്രയും വേഗം അടൂർ ലൈഫ് ലൈനിലേക്ക് കൊണ്ടുപോകണം, ഞാൻ അവിടെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്സിജൻ കൊടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി. ഞാൻ കണ്ടിട്ടേ ഇല്ല കുഞ്ഞിനെ. അങ്ങനെ ഇരിക്കെ 12ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു, ഒരു രക്ഷയും ഇല്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ആ സമയത്ത് ദൈവം ഇടപെട്ടു. അപ്പം ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഞാൻ പറയുന്നു, കർത്താവ് നീ തന്നത് എനിക്ക് തിരിച്ച് തന്നേ പറ്റൂ. നിനക്ക് ജീവനെ എടുക്കാനുള്ള അവകാശമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് ആ കുഞ്ഞിനെ എനിക്ക് തരണം. ഞാൻ ചോദിച്ച് മേടിച്ചതാണ്. ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടാണ്, പ്ലാസൻ്റ പ്രിവ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ മേടിച്ചത്. അപ്പോൾ ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടാതെ അവൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ എനിക്കൊരു സാക്ഷിയാവാൻ ഒക്കത്തില്ല. അങ്ങനെ പറഞ്ഞു. 12ാമത്തെ ദിവസം 3-5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളമാർ 2 പേരും കൂടെ ഒത്തിരി കഷ്ടപ്പെട്ടു. അവിടെ പോകാനും എടുക്കാനും അല്ല, ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നതായതുകൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങളവിടെ 12ാമത്തെ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് കുഞ്ഞിനെ കാണുന്നത്. അങ്ങനെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ അവൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ വെച്ച് നിൽക്കുന്നു. ദൈവ അനുഗ്രഹം തന്നു, അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അംഗവൈകല്യങ്ങളോ എന്തെങ്കിലും ഒരു കുറവ് വരുമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ ഒരു കുറവുമില്ല. ഊനമില്ലാത്ത ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടി. ദൈവത്തിന് 1000 നന്ദി. അവിടെ മുതൽ പ്രശ്നങ്ങൾ, എന്നാലും എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഞാൻ ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെയും നടുവിൽ കൂടി പോകുന്ന സമയത്ത് ഈ ഇടയായിട്ട് ഒരു മാസത്തോളമാകുന്നു ഞാൻ ഒത്തിരി തകർന്നു പോയി. ഒത്തിരി തകർന്നെന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഒത്തിരി തകർച്ചകളുണ്ടായി. അപ്പം ഞാൻ ആകെ പതറിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചിയുണ്ട്, അവർ കാനഡയിലാണ്. അപ്പോൾ എന്നോട് വിളിച്ച് ചോദിക്കുന്നത്, നിനക്ക് എന്താണ് പ്രയാസമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇന്നതൊക്കെയാണ് മമ്മി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ഒരു വിടുതലോ അല്ലെങ്കിൽ എനിക്കൊരു നിൽക്കാൻ പറ്റുന്നില്ല. അത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ യൂട്യൂബ് എടുത്തു. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ഈ യൂട്യൂബ് എടുത്ത് പ്രസംഗങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ എരിയുന്ന തീച്ചൂളയിൽ കൂടി നടക്കുന്ന ശദ്രക്ക് മേശഹാവ് അബേഹനഗിനെ പറ്റിയാണ് പറഞ്ഞത്. സിസ്റ്ററിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അപ്പോൾ അത് അതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ പലരുടെയും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പല ദൈവദാസന്മാരെ വിളിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. ഫോണിൽ വിളിച്ചു, എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എനിക്കതുവരെ കിട്ടിയില്ലായിരുന്നു. അപ്പോഴും ഞാൻ ദൈവത്തോട് പറയുന്നത്, ദൈവമേ, ദൈവത്തിന് ഹിതമാണെങ്കിൽ മാത്രം സിസ്റ്ററിനെ എനിക്കൊന്ന് കിട്ടുക, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ സിസ്റ്ററിനെ വിളിച്ചു. സിസ്റ്റർ എൻ്റെ ഫോൺ എടുത്തു. അപ്പം സിസ്റ്റർ പറഞ്ഞു, ഈ ഒരു യാത്രയിലാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ആ യാത്രയുടെ നടുവിൽ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു സ്ത്രീ, ഒരു ലേഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു ആണ്, എൻ്റെ പപ്പായുടെ പെങ്ങളാണത് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്നും ദൈവം അവിടെ മുതൽ എൻ്റെ മനസ്സിനെ സ്ഥിരപ്പെടുത്താനും എൻ്റെ ആ ഒരു മരണത്തോട് ഞാൻ അടുത്തിരിക്കുമായിരുന്നു. ആത്മഹത്യ ചെയ്യണം എന്നുള്ള ആ ഒറ്റ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എനിക്ക് വീട്ടിലിരിക്കാൻ ഒക്കുന്നില്ല, ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല. പക്ഷേ അവിടെ നിന്ന് യഹോവ എന്നെ പുലർത്തി, യഹോവ എന്നെ കരം പിടിച്ചുയർത്തി. എന്നാലും പ്രതിസന്ധികളുടെ നടുവിലാണ് എങ്കിൽ തന്നെയും പലപ്പോഴും പല സമയത്തും സിസ്റ്ററിനെ വിളിച്ചോ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, സിസ്റ്റർ വിഷമിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. എൻ്റെ മകൻ്റെ കാര്യത്തിലായാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലായാലും എല്ലാം എവിടെയും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. അത് എനിക്ക് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. അത് എൻ്റെ യഹോവ എന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യഹോവ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വരണമെന്ന് സിസ്റ്റർ പറഞ്ഞായിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് വരാൻ പറ്റിയില്ല. ഇന്നും വരണോ വേണ്ടായോ. പക്ഷേ പലപ്പോഴും പറയുന്നുണ്ട് ഇറങ്ങിത്തിരിക്കണം, വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങിത്തിരിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വസ്ത്രം പോലെ ഒരു തുണി ഇടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഏതാണെന്ന് എനിക്കറിയില്ല. യഹോവ എന്നെ വിളിച്ച് വേർതിരിച്ചതാണെന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് പറയുന്നു, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ വീണ്ടും ചോദിച്ചുകൊള്ളുന്നു.